പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ നടന്ന ആക്രമണത്തെ ശക്തമായി അപലപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. സംഭവം സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് രാഹുൽ, ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് ഈ നാട് മറുപടി പറയും എന്ന് കുറിച്ചു. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചത് മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രിയുടെ പോലീസും പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയതെങ്കിൽ പേരാമ്പ്രയിൽ മാത്രമല്ല കേരളം മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വീഴുമെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അയ്യപ്പന്റെ സ്വർണം കട്ടത് മറയ്ക്കാനാണ് വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയതെങ്കിൽ പേരാമ്പ്ര മാത്രമല്ല കേരളത്തിൽ തന്നെ വീഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് ഈ നാട് മറുപടി പറയും. ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചത്. പേരാമ്പ്രയിൽ LDF, UDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഷാഫി പറമ്പിൽ എംപിക്കും DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനും പരിക്കേറ്റത്. നിരവധി LDF പ്രവർത്തകർക്കും ഈ സംഭവത്തിൽ പരിക്കേറ്റു കഴിഞ്ഞു. കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം. CPM, UDF പ്രവർത്തകർ മുഖാമുഖം വന്നതോടെയാണ് പോലീസ് ലാത്തി വീശിയത്. DYSP ഹരിപ്രസാദിനും പരിക്കേറ്റിട്ടുണ്ട്. പേരാമ്പ്ര CKG കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ സംഘർഷമുണ്ടായിരുന്നു. ഇന്ന് പേരാമ്പ്ര ടൗണിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിക്കും. അതേസമയം പേരാമ്പ്ര CKG കോളേജിൽ ചെയർമാൻ സ്ഥാനം വിജയിച്ചതിലുള്ള UDFന്റെ വിജയാഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പേരാമ്പ്ര ടൗണിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് പേരാമ്പ്രയിൽ UDF ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി UDF പ്രകടനം നടത്താനും തീരുമാനിച്ചിരുന്നു. ഇതിനിടയിൽ ഹർത്താലിനിടെ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദിനെ മർദ്ദനമേറ്റതായി ആരോപിച്ചുകൊണ്ട് CPM പ്രകടനം നടത്താൻ തീരുമാനിച്ചു. ഒരേ സമയം രണ്ട് പ്രകടനങ്ങളും നേർക്കുനേർ വന്നതോടെയാണ് പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തത്. ഇതിനിടെ പോലീസിന് നേരെ കല്ലേറുമുണ്ടായി. സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ റോഡ് ഉപരോധമടക്കം നടത്തിവന്നു. സംഘർഷത്തെ തുടർന്ന് കോഴിക്കോട് റൂറൽ SP പേരാമ്പ്രയിലെത്തി. LDF, UDF പ്രവർത്തകർ മുഖാമുഖം എത്തിയതോടെയാണ് പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതക പ്രയോഗം നടത്തുകയും ചെയ്തത്. രണ്ട് പ്രകടനവും നേർക്കുനേർ വന്നപ്പോൾ ഉണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഇതോടെ കൂടുതൽ പോലീസ് രംഗത്തെത്തുകയും ഇരുകൂട്ടരെയും പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. സംഘർഷം പരിധി വിട്ടതോടെയാണ് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചത്. ഇതിനിടയിലാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾക്ക് പരിക്കേറ്റത്. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ വലിയ പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പോലീസ് UDF പ്രകടനത്തിന് നേരെ ഏകപക്ഷീയമായി കണ്ണീർവാതകം പ്രയോഗിക്കുകയായിരുന്നു എന്നാണ് UDF നേതാക്കൾ ആരോപിക്കുന്നത്. പരിക്കേറ്റ പല പ്രവർത്തകരെയും ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട്. ലാത്തി ചാർജിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഇന്ന് ബ്ലോക്ക് തലങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്താനാണ് കോൺഗ്രസ് തീരുമാനം. കോഴിക്കോട് നഗരത്തിൽ UDF പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് രാത്രി 10 മണിയോടെ മാർച്ച് നടത്തിയിരുന്നു. ഇതിലും പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി.